എങ്ങനെയുണ്ട്? നല്ലൊരു പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. കാരണം നമ്മൾ ഈ സിനിമ ഫോണിലോ ഏതിലോ കണ്ടാൽ നമുക്ക് ഫീൽ കിട്ടില്ല. അത് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. സലീം കുമാറിന്റെ മോൻ അധിക ഡയലോഗ് ഇല്ലെങ്കിലും ഒരു ഫസ്റ്റ് മൂവി എന്ന് പറയത്തില്ല, നല്ലൊരു മാസ് സീനൊക്കെ ഉണ്ട്. സൗബിനും ശ്രീനാഥ് ബാസിയാണ് സിനിമ കൊണ്ടുപോയത്. അപ്പം എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാം. സാധാരണ ഈ ജേണറിൽ വരുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ മിക്കതും ഫ്ലോപ്പാണ്. ഫ്ലോപ്പാണ്. ഇത് റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ബേസിസ് ഉണ്ട്. അതിൽ അവർക്ക് വേറെ ഡിസ്റ്റന്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ആ ഇതിലും നല്ലൊരു സ്ക്രീൻ സ്പേസും എല്ലാം കിടിലമായിട്ട് കൊടുത്തിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ കാണാം, അല്ലാതെ ഫോണിൽ കണ്ട ഒരു ഫീൽ കിട്ടത്തില്ല. കിട്ടില്ലം പടം ഒന്നും പറയില്ല. ആ ഹാങ് ഓവർ മാറിയില്ല എന്തെങ്കിലും സംസാരിക്കാൻ പറ്റും. വേറെ ലെവൽ. മലയാള ഇൻഡസ്ട്രിയിൽ ഇന്നേ വരെ കാണാത്തൊരു മേക്കിംഗ് സ്റ്റൈലും. ചിദംബരം യു മാൻ, ഗ്രേറ്റ് വർക്ക്, ഗ്രേറ്റ് എഫേർട്ട്, സൂപ്പർ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഞങ്ങളെല്ലാവരും ഇമോഷണലി ഭയങ്കരമായിട്ട് ഇതായിട്ടായിരുന്നു. സൂപ്പർ, അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? ഒരു രക്ഷയില്ല, നൈസ് പടമാണ്. സർവൈവിംഗ് ത്രില്ലറാണ്, കിടിലം പടം. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് അതിൽ എടുത്തു പറയാനായിട്ടുള്ളത്? മേക്കിങ്ങും ഡയറക്ഷനും എല്ലാം പൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത തിയേറ്റർ എക്സ്പീരിയൻസ്. ആക്ടിംഗ് എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട്. അടിപൊളി പടമായിരുന്നു, സൂപ്പർ പടമായിരുന്നു. പടം സുഷിൻ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയുടെ സീൻ മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പിന്റെ തിക് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു പ്യൂർ എക്സാമ്പിളാണ് ഈ പടം. മിക്കവാറും ബോക്സ് ഓഫീസിൽ ബ്രഹ്മയുഗത്തിനും പ്രേമലുവിനൊക്കെ ഒരു ഭയങ്കര കോമ്പറ്റീഷൻ ആവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എല്ലാ മലയാളികൾ എല്ലാവരും ഈ പടം കാണണം. ഫ്രണ്ട്ഷിപ്പ് യൂത്തിന് പറ്റിയ പടമാണ്. ഒരു എമോഷണൽ റോളർ കോസ്റ്ററാണ്. എല്ലാ എമോഷൻസിലൂടെ കടന്നതാണ്. സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര സീറ്റ് എഡ്ജ് പരിപാടിയാണ്. മൊത്തത്തിൽ ടെക്നിക്കൽ സൈഡും എല്ലാം പടം ടോപ്പ് നോച്ചാണ്. നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെയൊക്കെയുള്ള കട്ട ഫ്രണ്ട്സ് ഉണ്ടോ? ആത്മാർത്ഥമായിട്ടൊക്കെ എങ്ങനെ നിൽക്കുന്നു? പിന്നെ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ഇതേപോലെ മലയാളികൾ എല്ലാവരും എല്ലാ സുഹൃത്ത് ബന്ധങ്ങളിലും ഇതേപോലത്തെ ട്രിപ്പ് പോകുന്നവരും പിന്നെ ഭയങ്കരമായിട്ട് ഞങ്ങളും ട്രിപ്പ് പോകാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയി ഇതേപോലത്തെ ഒരു ട്രോമയിലൊക്കെ പോയി പെടുമ്പോഴത്തേക്കും അത് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാതിനപ്പുറമാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യും പടത്തിന്. അമേസിങ് സൂപ്പറാണ്. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിൽ പറയാനായിട്ട്? ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. പിന്നെ ബാക്കിയെല്ലാം സുഷിൻ്റെ മ്യൂസിക്കും പിന്നെ പടം എടുത്തിരിക്കുന്ന വേറെ ലെവലാണ്. പൊളിയാണ്, പൊളി പടമാണ്. ഫ്രണ്ട്സിന് പറ്റിയ പടം. പയ്യന്മാരായിട്ട് വന്ന് അടിച്ച് പൊളിച്ച് കാണാം. കൊള്ളാം, നൈസാണ്. നമുക്ക് ആ ഗുഹയിൽ നിൽക്കുന്ന ഒരു ഫീലൊക്കെ വരും. നമ്മൾ ഈ ട്രിപ്പിൽ അവരെ കൂടെ ഉണ്ട്. കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സർവൈവൽ ത്രില്ലറാണ്. നൈസായിട്ട് കണ്ടിറങ്ങിയ പലരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഒരു ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. നമുക്ക് രക്ഷിക്കുമ്പോൾ നമുക്കതിനെ ഒരു ഇത് തോന്നും. സുഷിനൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് കേൾപ്പൊന്ന് പോയത്. ഗംഭീര പടമാണ്. ഗംഭീര പടം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു മസ്റ്റ് വാച്ചാണ്. അന്യായ ലെവൽ മേക്കിംഗ് ആണ്. സിനിമാറ്റോഗ്രാഫിയും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും ഗംഭീരമായിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒരു 10-14 ആർട്ടിസ്റ്റുകളുണ്ട്. അവർ അവസാനം വരെ ത്രൂ ഔട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഏറ്റവും നന്നായിരിക്കുന്നത് ലാൽ ജൂനിയറും നമ്മുടെ സൗബിനുമാണ്. മറ്റേ ജാനേമൻ ഫുള്ള് കോമഡി അല്ലേ, പക്ഷേ മഞ്ഞുമൽ ബോയ്സ് ഫുള്ള് ത്രില്ലറാണ്. വിഷയ സിനിമ ഒരു രക്ഷയില്ല. അടിപൊളി, ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലിൽ അടിപൊളി ക്വാളിറ്റിയിൽ. ഫ്രണ്ട്സ് ഉണ്ടോ കട്ടയ്ക്ക് ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്നത്? അടിപൊളി.